യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാമത്തെ തിരുലിഖിതം നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് മൃത്യു ദിനത്തിലും പ്രതിഫലം നൽകുന്ന കർത്താവ് എന്നതിനെക്കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 26-ാമത്തെ തിരുലിഖിതം, മൃത്യുദിനത്തിലും നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത് പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവചന ശുശ്രൂഷകളിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഒരു വ്യത്യാസം, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കർത്താവ് സന്തോഷിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആളുകളുടെ ശരീരങ്ങളിൽ, രോഗങ്ങളിൽ, കുടുംബങ്ങളിൽ വന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് അവർ എഴുതി അറിയിച്ചിരിക്കുന്നതിൽ 1-2 എണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ആദ്യം തന്നെ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിൽ നിന്നുള്ള ആനിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മകൾ കുറേ നാളുകളായി തൈറോയിഡിൻ്റെ ചികിത്സയിലാണ്. കഴിഞ്ഞ തവണ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവളുടെ തൈറോയിഡിൽ ഒരു ചെറിയ മുഴയുണ്ടെന്നും അത് ഉടൻ തന്നെ സർജറി നടത്തി നീക്കം ചെയ്യണമെന്നും. ഞങ്ങൾ സ്ഥിരമായി ഷാലോം TV-യിൽ അഭിഷേകാഗ്നി കാണുന്നവരാണ്. ഈ നവംബർ മാസം 8-ാം തീയതിയിലെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് ഈ ഒരു രോഗത്തിൽ നിന്ന് സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൻ്റെ രോഗവും മുഴകളും പരിപൂർണമായി അപ്രത്യക്ഷമായിരിക്കുന്നതായി ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ കർത്താവിന് 1000 മഹത്വം നൽകി, സ്തുതികൾ നൽകി ആരാധിക്കുന്നു. ചെത്തിപ്പുഴയിൽ നിന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എറണാകുളത്ത് നിന്ന് അന്നമ്മ അഗസ്റ്റിനാണ് ഈ അനുഭവം എഴുതി അറിയിക്കുന്നത്. എൻ്റെ വലത് കാലിലെ ഉള്ളംകാലിൽ ആണിരോഗം വന്ന് ഒരു മുഴ പോലെ വളർന്നു വരികയും അത് കട്ടിപിടിച്ച് ഉണ്ടായ വേദന മൂലം കാല് നിലത്ത് കുത്താൻ പറ്റാതെ 2 മാസത്തോളമായി ഇരിപ്പിരിക്കുകയാണ്. കട്ടിപിടിച്ച ഭാഗം പൊളിച്ചു നീക്കാൻ നോക്കിയിട്ട് ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. 2010 ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലുള്ള അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ഷാലോം ചാനലിൽ ഞങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ കരഞ്ഞ് നിലവിളിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ശുശ്രൂഷ കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിലുള്ള ആണിരോഗം കാണാനില്ല, പരിപൂർണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എറണാകുളത്ത് നിന്ന് അന്നമ്മ അഗസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം അത് ഔഷധമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമാണ്. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ വിടുതലുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതലുകൾ സംഭവിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമൂഹത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും അവിടുന്ന് ഇപ്പോൾ ഇടപെടണമേ കർത്താവേ. എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്നു, എത്രയോ വഴികൾ അവലംബിക്കുന്നു, എത്രയോ രീതികളിലൂടെ അധ്വാനിക്കുന്നു, എന്നിട്ടും ഒരു മാറ്റവും ഒരു ഉയർച്ചയും ഒരു വ്യത്യാസവും കാണാതെ വലിയ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൃത്യുദിനത്തിലും പ്രതിഫലം നൽകുന്ന കർത്താവ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലെ 26-ാമത്തെ തിരുലിഖിതം, മൃത്യുദിനത്തിലും നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലം നൽകുന്നവനാണ് കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലിഖിതം ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ ഈ ജീവിതം ഈ ലോകത്തോടുകൂടെ അവസാനിക്കുന്ന ഒന്നല്ല. ഈ ലോകത്തിലെ ഈ ജീവിതത്തിന് ശേഷം നമ്മുടെ മരണത്തിനും അപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം ഇത് പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി, ആയിരക്കണക്കിന് വർഷങ്ങളായി ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ സത്യം ദൈവത്തിൻ്റെ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധനങ്ങൾ അടിസ്ഥാനപരമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിൻ്റെ പേരാണ് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, അഥവാ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. CCC എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയും. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, CCC. ഈ പുസ്തകത്തിലെ ചില പ്രബോധനങ്ങളും ഇന്ന് ഈ പ്രഭാഷണ നിമിഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. CCC 1051. ഈ CCCയിലുള്ള ഓരോ പ്രബോധനങ്ങളും ഒരു നമ്പർ ഇട്ട് ഒരു ഗണ്ണികയായി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ 100 കണക്കിന് ഗണ്ണികകൾ ഈ CCC, ഈ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഒരു നമ്പർ പറയുമ്പോൾ ഗണ്ണികയുടെ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. CCC 1051. മരണത്തെക്കുറിച്ച് കത്തോലിക്ക സഭ ദൈവവചനം അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധിയാളനായ ക്രിസ്തുവിൽ നിന്ന് തനത് വിധിയിൽ ഓരോ മനുഷ്യനും മരണത്തിൻ്റെ നിമിഷം മുതൽ തൻ്റെ അമർത്യമായ ആത്മാവിൽ ശാശ്വതമായ പ്രതിഫലം സ്വീകരിക്കുന്നു. CCC 1051 ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. എന്താ സഭ ഇവിടെ പഠിപ്പിക്കുന്നത്? അതായത് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് യേശു ക്രിസ്തുവിൽ ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രതിഫലം ദൈവം നൽകുന്നുണ്ട്. തനത് വിധി, മരിക്കുന്ന സമയത്ത് തന്നെ ഒരു വിധി ആ ദൈവ പൈതലിൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി ലഭിക്കുന്നുണ്ട്. അവസാനം പൊതുവിധിയുണ്ട്, പക്ഷെ മരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തികളുടെ ആ പ്രവൃത്തികൾക്ക് അനുസൃതമായ ഒരു വിധി അദ്ദേഹത്തിന് ലഭിക്കും. പൊതുവിധിക്ക് മുമ്പുള്ള ഈ വിധിയുടെ, ആ മരണ സമയത്തുള്ള വിധിയുടെ പേരാണ് തനത് വിധി. ആ വിധിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സ്വഭാവം എന്താണോ ആ പ്രവൃത്തികളുടെ സ്വഭാവത്തിൻ്റെ അനുസരിച്ച് ഒരു പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എന്താ നല്ല വിധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ? ഈ ലോക ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ എനിക്കും നിങ്ങൾക്കും മരിക്കുന്ന സമയത്ത് നല്ല ഒരു പ്രതിഫലത്തിൻ്റെ അനുഭവം ഉണ്ടാവും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2796 ഖണ്ഡികയിൽ നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ അന്തരാത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. നാം നമ്മുടെ സ്വർഗീയ വസതി ധരിക്കാൻ നെടുവീർപ്പോടെ കാത്തിരിക്കുന്നു. ഈ ലോകത്തിൽ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ആ ദൈവ പൈതലിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ഒരു നെടുവീർപ്പുണ്ട്. ആത്മാവ് അഭിവാഞ്ചിക്കുന്നുണ്ട്. എന്ത്? പിതാവിൻ്റെ രാജ്യത്ത് എത്തിച്ചേരണം, പിതാവിൻ്റെ രാജ്യത്ത് വ്യാപരിക്കണം, പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കണം. 2796 ഖണ്ഡികയിൽ തുടർന്നുള്ള ഭാഗത്ത് നിന്ന് വായിക്കുന്ന ഇങ്ങനെയാണ്: ക്രൈസ്തവർ ശരീരത്തിലാണെങ്കിലും ശരീരത്തിനനുസരിച്ചല്ല ജീവിക്കുന്നത്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു,
പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 3:20 നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്, ക്രൈസ്തവർ ശരീരത്തിലാണെങ്കിലും ശരീരത്തിനനുസരിച്ചല്ല അവർ ജീവിക്കുന്നത്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. അവർ ഭൂമിയിൽ ജീവിക്കുന്നു, പക്ഷേ സ്വർഗത്തിലെ പൗരന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്വർഗരാജ്യത്തിന്റെ പൗരന്മാർ എന്ന നിലയിൽ ഈ ഭൂമിയിൽ ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തെ ആരാധിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ പൂജിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ മരിക്കുന്ന സമയത്ത് മൃത്യുദിനത്തിലും ജീവിതത്തിനൊത്ത് പ്രവൃത്തിക്കൊത്ത പ്രതിഫലം കർത്താവ് നൽകുന്നു. നമുക്ക് സ്വർഗത്തിലേക്ക് നല്ല ഒരു യാത്രയയപ്പ്, നല്ല ഒരു വരവേൽപ്പ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു അനുഭവം നാം മരിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല വിധത്തിൽ മരണനിമിഷങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് പല വിധത്തിൽ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്? നമ്മൾ ആദ്യം അത് ചിന്തിക്കുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ, ഏലിയ പ്രവാചകൻ ഒരായുസ് മുഴുവൻ ദൈവത്തിന് പ്രിയങ്കരമായി ജീവിച്ചപ്പോൾ എങ്ങനെയാണ് ഏലിയ പ്രവാചകൻ അന്ത്യനിമിഷങ്ങൾ എന്ന് വിവരിക്കുന്നതാണ്. ഏലിയ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട സമയമായി എന്ന് ഏലിയായ്ക്ക് മനസ്സിലായി. അങ്ങനെ ഏലിയ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഏലിയയുടെ കൂടെ ഏലീഷായും പുറപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെന്ന് ഏലീഷായെ നിർത്താൻ നോക്കിയെങ്കിലും ഏലീഷ വിട്ടില്ല. ഏലീഷ ഏലിയായെ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. അവസാനം ഏലിയ ഏലീഷയോട് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ ഏലീഷ ഏലിയയോട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയ പറഞ്ഞു, നീ ചോദിച്ചത് വളരെ ദുഷ്കരമായ ഒരു സംഗതിയാണ്. എന്നാൽ ഞാൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാം അധ്യായം 11-ാം തിരുലിഖിതം, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ ഒരു ആഗ്നേയ രഥവും ആഗ്നേയ അശ്വങ്ങളും അവരെ വേർപെടുത്തി. ഏലിയ ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയർന്നു. ഏലീഷ അത് കണ്ട് നിലവിളിച്ചു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേൽ രഥങ്ങളും സാരഥികളും. പിന്നെ അവൻ ഏലിയായെ കണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഒരു സ്വർഗീയ രഥത്തിൽ സ്വർഗം ഏലിയായെ ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചു. ഒരു സ്വർഗീയ രഥത്തിൽ, ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളും, ഒരു സ്വർഗീയ രഥത്തിൽ സ്വർഗം ഏലിയായെ സ്വീകരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56 മുതലുള്ള വാക്യങ്ങൾ. എസ്തഫാനോസ്, തീഷ്ണമതിയായ കർത്താവിൻ്റെ പ്രിയ പൈതല്, അവൻ വീരോചിതമായി കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച്, കർത്താവിന് വേണ്ടി ജീവിച്ച്, കർത്താവിൻ്റെ സാക്ഷിയായി. അവൻ്റെ മരണ നിമിഷങ്ങളെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. മരണം അടുത്തു. അവർ കല്ലെറിഞ്ഞ് അവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ച് അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു.